ഒരിക്കലും ഉണ്ടായിരുന്നില്ല നമുക്ക്. ഒരിക്കലും ആലപ്പുഴ കളപ്പുറം ആശുപത്രിയിൽ റേഡിയോളജിസ്റ്റ് ഇല്ല, സ്കാനർ ഉണ്ട്. കേരളം. നമസ്കാരം. നമ്മുടെ എല്ലാം വലിയ സ്വപ്നമാണ് നമുക്ക് പിറക്കാൻ പോകുന്ന കുട്ടികൾ. ഗർഭാവസ്ഥ തുടങ്ങുമ്പോൾ മുതൽ നാം നെയ്തു കൂട്ടുന്ന സ്വപ്നങ്ങൾ അത്രത്തോളം വലുതാണ്. എന്നാൽ ഇതിനെല്ലാം വീഴ്ച വരുത്തുന്ന സംഭവമാണ് ആലപ്പുഴ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായുള്ള കടപ്പുറം ആശുപത്രിയിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു എന്താ പറയണ്ടേ, ഈ ഒരു കാര്യം പറയുമ്പോൾ അത്രയും മാനസികമായ വിഷമതമുണ്ട്. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഇത്തരത്തിലൊരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരുടെയും സംശയം. കണ്ണിന് കണ്ണ് സ്ഥാനത്തല്ല, ചെവിക്ക് ചെവി സ്ഥാനത്തല്ല, വായ് തുറക്കുന്നില്ല, ജനനേന്ദ്രിയം വികൃതമാണ്, അല്ലെങ്കിൽ കാലുകൾക്ക് വികൃതമായ രീതിയിലാണ്. ആ ഒരു കുഞ്ഞിന് വേണ്ട അടിമൊട്ട് മുടി വരെ വേണ്ട ഒരു കാര്യത്തിൽ ഒരു യോജിപ്പില്ലാത്ത രീതിയിലാണ് ഒരു കുട്ടി പിറന്നിരിക്കുന്നത്. ആരോഗ്യവകുപ്പ് ഇന്ന് വളരെ ഉയരങ്ങളിലാണ് എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ പ്രധാന ചോദ്യം. നവംബറിൽ ആലപ്പുഴയിലെ കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിൽ ജനിച്ച കുഞ്ഞിന്റെ മുഖം സാധാരണ രൂപത്തിലായിരുന്നില്ല. വായ തുറക്കില്ല, കണ്ണുകൾ സ്ഥാനത്തല്ല, അവ തുറക്കുന്നില്ല, ഹൃദയത്തിന് ദ്വാരം, ജനനേന്ദ്രിയത്തിനും കാര്യമായ വൈകല്യം, കൈയും കാലും വളഞ്ഞാണ്, ചെവി കേൾക്കുന്നില്ല, അതും സ്ഥാനത്തല്ല, മലർത്തി കിടത്തിയാൽ നാക്ക് ഉള്ളിലേക്ക് പോകും. ഈ തകരാറുകൾ പ്രസവശേഷമാണ് മനസ്സിലായത്. എന്നാൽ യുവതിക്ക് കൃത്യമായി ചികിത്സ നൽകിയിരുന്നുവെന്നാണ് കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഷേർലി പറയുന്നത്. നമുക്കറിയാം, ഈ കാലം ഇത്രയും ഡെവലപ്പായിട്ട് ഇങ്ങനൊരു സംഭവം നടന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിന് തന്നെ അപമാനമാണ്. നമുക്ക് അറിയാം, ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ ഹാർട്ട് പൾസ് വരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഈ കാലത്ത് എന്താണ് ഈ ആലപ്പുഴയിൽ സംഭവിച്ചത് എന്നുള്ളത് നമ്മൾ അങ്ങേയറ്റം വളരെ സീരിയസ് ആയി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം ഇത്തരത്തിൽ ഓരോ അനുഭവങ്ങളിലും വരുന്ന അനുഭവങ്ങൾ നമ്മളൊരു തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ നാളെ ഈ സമൂഹത്തിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പരിശോധിക്കേണ്ടത്. ഡോക്ടർ അടക്കമുള്ള ഒരു സിസ്റ്റം ചെയ്ത ഒരേ ഒരു കുഴപ്പം ഈ ശങ്കേഴ്സിനെ പോലെയുള്ള വളരെ മോശമായി സ്കാൻ റിപ്പോർട്ട് തയ്യാറാക്കുന്ന ഒരു സ്ഥാപനത്തെ വിശ്വസിച്ചു എന്നുള്ളതാണ്. അത് ശങ്കേഴ്സിനെ എന്താണെന്ന് ചെയ്തത് ഞാനല്ലല്ലോ, അത് അതിന്റെ ഇവിടുത്തെ ഒരു സിസ്റ്റം. ഈ ശങ്കേഴ്സ് മാത്രമേ ഉള്ളൂ അവിടെ എംപാനൽ ചെയ്തിരിക്കുന്ന ലാബ്? അങ്ങനെ എംപാനൽ ചെയ്യുന്നുണ്ടോ ആശുപത്രി? സ്കാനിന് ഒരു ലാബ് അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ആശുപത്രിക്ക് അത് ഈ ഹോസ്പിറ്റലിൽ 7 ഗൈനക്കോളജിസ്റ്റുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമലർത്തുകയാണ്. ഒരച്ഛൻ്റെയും അമ്മയുടെയും അല്ലെങ്കിൽ ആ വീട്ടുകാരുടെ വേദന നമുക്ക് എങ്ങനെ പറഞ്ഞറിയിക്കും? ഒരു കുട്ടിയെ എങ്ങനെ നമ്മൾ സമൂഹത്തിലേക്ക് എങ്ങനെ വളർത്തിക്കൊണ്ടുവരും? ആ കുഞ്ഞിന് അതിന് ഹാർട്ടിൻ്റെ സംബന്ധമായ പ്രശ്നമുണ്ട്. സർവത്ര 70% അതിന് പ്രശ്നങ്ങളിൽ ജനിച്ച ഒരു കുഞ്ഞിനെ ഇതിൻ്റെ സ്കാനിങ്ങിലൊന്നും കണ്ടില്ല എന്ന് പറയുന്നത്. ഇന്ന് സ്കാനിങ്ങിന് വിവിധ തലങ്ങളുണ്ട്. അതിന് സാധാരണ ഒരു നോർമൽ സ്കാനിങ്ങിനപ്പുറം ഇപ്പോൾ ഫ്ലൂയിഡ് കൂടുതലായിരുന്നു എന്നാണ് ഇവർ പറയുന്ന ഒരു കാര്യം. ഫ്ലൂയിഡ് കൂടുതലായിരുന്നില്ല, എന്തുകൊണ്ട് ഡീപ്പായിട്ടുള്ള സ്കാനിങ്ങിലേക്ക് പോയില്ല എന്നുള്ളതാണ് ഇവിടെ അന്വേഷിക്കണം. ആരോഗ്യവകുപ്പ് ഇപ്പം ഒരു ഡോക്ടറെ സസ്പെൻഡ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഇതിനകത്തിൽ കുറേ പ്രസ്താവന ഇറക്കി അല്ലെങ്കിൽ നിയമം അനുസരിച്ച് ഇവരെ സസ്പെൻഡ് ചെയ്തിട്ട് എന്ത് നേട്ടമാണ് ആ ജനിച്ച കുഞ്ഞിനും അതിൻ്റെ ജീവിതവും ആ വീട്ടുകാരുടെ വേദനകൾക്കും ആര് സമാധാനം പറയും? അങ്ങനെ ഔദ്യോഗികമായിട്ട് സ്വകാര്യ ലാബുകളെ പാനൽ ചെയ്യൂ, അങ്ങനെയുണ്ടോ? ആണ്, നമുക്ക് റേഡിയോളജിസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് നമുക്കത് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഔദ്യോഗികമായി ഒരു പ്രധാന ആശുപത്രി, ജില്ലാ തലത്തിലുള്ള ഒരു പ്രധാന നിരവധി ഈ ഡെലിവറി കേസാണ് അവിടെ, കുട്ടികളുടെ ആണല്ലോ. അപ്പം കടപ്പുറം ആശുപത്രി എന്ന് പറഞ്ഞാൽ അത്രയും ഫേമസ് ആയിട്ടുള്ളൊരു ഹോസ്പിറ്റല്. സ്കാനർ ഉണ്ട്, സ്കാനിങ് മെഷീനുണ്ട്, അത് ഓപ്പറേറ്റ് ചെയ്യാൻ ആളില്ല. എന്ത് ദുരവസ്ഥയാണ് ഈ നാട്ടിൽ നടക്കുന്നത്?
ഇതൊക്കെ ഈ രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെ ഈ ആൾക്കാരും സമൂഹത്തിലെ സാമൂഹ്യ ഉദ്ധാരണത്തിനൊക്കെ നടക്കുന്നവർ ഇതൊന്നും കാണുന്നില്ലേ? ഔദ്യോഗികമായിട്ടുള്ള പാനലാണോ? അതായത് ഒരു ഹോസ്പിറ്റലിന് ഔദ്യോഗിക പാനല് അതെന്തുവാ? അത് എനിക്കറിയാൻ വയ്യാത്തൊരു കാര്യമാണ്. ഔദ്യോഗിക പാനലാണ് ശങ്കേഴ്സ് ലാബ് എന്ന് പറയുന്നത്. ശങ്കേഴ്സ് ലാബിൽ ഇത് ഡോക്ടറാണോ ചെയ്തത്? ഈ റിപ്പോർട്ടിൽ ശങ്കേഴ്സ് ലാബുകാർ കൊടുത്ത റിപ്പോർട്ടിൻ്റെ പ്രശ്നമാണോ, അതെയോ ഈ ഡോക്ടർമാർ കണ്ടിട്ട് ഉണ്ടായ അവരുടെ അവഗണനയാണോ? പല ഡോക്ടർമാരായിട്ട് ഇത് ആരൊക്കെ ഇപ്പം പറയുന്നത്, ഞാൻ 2 മാസത്തെ ചികിത്സിച്ച് ഞാനങ്ങ് ട്രാൻസ്ഫർ ആയിപ്പോയി, അല്ലെങ്കിൽ ഞാൻ അറ്റൻഡ് ചെയ്ത കേസല്ല. ഇവർ പലരും ഇപ്പം പറഞ്ഞ് കൈയൊഴിയുകയാണ്. ഡോക്ടർ താല്പര്യപ്രകാരം, സ്വന്തം താല്പര്യം പ്രകാരം വിട്ടതല്ല. അയ്യോ, ഞാനില്ല. ഇവിടെ 7 ഡോക്ടേഴ്സ് ഉണ്ട്. ഞങ്ങൾ 7 ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്. അതിൽ ഒരാൾ മാത്രമാണ് ഞാൻ. അപ്പൊ ഞങ്ങളെല്ലാം പാനൽ ചെയ്യുന്നതെല്ലാം അഡ്മിനിസ്ട്രേഷൻ. ഈ പാനൽ ചെയ്യുന്നതിന് എന്തെങ്കിലും നിബന്ധനകളോ? ഈ പാനൽ ചെയ്യാന്ന് പറയുമ്പം ഇതെല്ലാം നമുക്ക് നാട്ടിൽ അറിയാവുന്ന കാര്യങ്ങളാണ്. ശങ്കേഴ്സ് ലാബിൽ പോവുക അല്ലെങ്കിൽ ഇന്ന ലാബിലേക്ക് പോവുക എന്ന് പറയുമ്പം ഇതിൻ്റെ തലപ്പത്തുള്ളവർക്കെല്ലാം ഇതിന് പൈസ വാങ്ങിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിലൊക്കെ ഈ ലാബുകളെല്ലാം വളർത്തിക്കൊണ്ട് പോകുന്നത്. ആവശ്യമില്ലാത്ത കാര്യത്തിനും സ്കാനിങ്ങിന് വിടുന്നു എന്നുള്ള അപവാദങ്ങൾ പണ്ട് മുതലേ ഉള്ളതാണ്. ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. ഒരു മാർഗമുണ്ടോ? ഒരു പ്രത്യേകിച്ച് മാനദണ്ഡം എന്തെങ്കിലും ഉണ്ടോ? ഡീറ്റെയിൽസ് എനിക്കറിയില്ല, കാരണം അതെല്ലാം ഒഫീഷ്യൽ കാര്യങ്ങളാണ്. നമ്മളിവിടെ സ്പെഷ്യാലിറ്റി ഇപ്പം ഒരു ഡോക്ടർ എടുത്ത് ചോദിക്കുമ്പം, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ശങ്കേഴ്സ് ഹോസ്പിറ്റലിലെ ശങ്കേഴ്സ് ലാബിലെ അവിടുത്തെ ഡോക്ടർ ഒരു പേര് പറഞ്ഞു കേട്ട്, അദ്ദേഹം വന്നിട്ടൊരു ചാനലൊരു പറയുന്നത് കേട്ട്, ഞങ്ങൾ ഫ്ലൂയിഡ് ഉണ്ടെന്ന് റിപ്പോർട്ട് കൊടുത്തു. ഫ്ലൂയിഡ് ഉണ്ടെന്ന് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്കാനിങ് നമ്മളെ കൂട്ടുള്ള ഒരു സാധാരണക്കാർക്ക് ഇതൊന്നും മനസ്സിലാകത്തില്ല. ഫ്ലൂയിഡ് കൂടുകയാണെങ്കിൽ അത് അപകടമാണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ അതിനപ്പുറമുള്ള കാര്യങ്ങൾ, അതിൻ്റെ സാങ്കേതിക വശങ്ങൾ പരിശോധിക്കേണ്ടത് അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത് ആ സ്കാനിങ് സെൻറ്ററിലെ ഡോക്ടറായിരിക്കണം. ആ റിപ്പോർട്ട് അനുസരിച്ച് പ്രവർത്തിക്കേണ്ടത് ഏത് ഹോസ്പിറ്റലാണോ അവിടുത്തെ ഡോക്ടർമാരായിരിക്കണം. 7 ഡോക്ടർമാരുണ്ടെന്നും പറഞ്ഞ് ഇത് കൈയൊഴിയുന്ന ഈ ഒരു പ്രവണത നാളെ എങ്ങനെ നമുക്ക് വിശ്വസിച്ചൊരു സർക്കാർ ആശുപത്രിയിലേക്ക് പോകാൻ പറ്റും? പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാലും ആവശ്യമില്ലാത്ത സ്കാനിങ്ങും റിപ്പോർട്ടുകളും അത് അവരുടെ തോന്നിവാസം ആ രീതിയിൽ അവിടെ പേഷ്യന്റ് കെയർ ആണ് നമ്മൾ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നോക്കൂ, ഒരു സ്കാനിങ്ങിന് 5000 രൂപ വീതമാണെങ്കിൽ ഇത്രയും വരുന്ന എല്ലാ പേഷ്യൻസിനെ അങ്ങോട്ടല്ലേ നമ്മൾ അയക്കുന്നത്? 5000 ഒന്നും ഇല്ലല്ലോ. എത്രയാണ് അനീഷ്? 5000 താഴത്തോട്ട് 4500, 3500, 3000 അങ്ങനെ 5000 താഴത്തോട്ടാണ് സ്കാനിങ്ങിന്റെ റേറ്റ്. അനീഷ് എന്ന് പറയുന്നത് ആ കുട്ടിയുടെ പിതാവാണ്. അദ്ദേഹമാണ് ഈ കഴിഞ്ഞ ദിവസം മുതൽ ഈ കാര്യത്തിൽ ഇടപെട്ട് MLA, MP, സർക്കാർ തലത്തിൽ, അതുപോലെ ആരോഗ്യവകുപ്പിനെല്ലാം കൊടുത്തിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് മന്ത്രി അതിന് അന്വേഷണത്തിന് ഉത്തരവിട്ടു, ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം നമ്മൾ ഈ നാട്ടിൽ നടക്കുന്ന ചില സാധാരണ നടപടികൾ മാത്രമാണ്. ഇപ്പം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പോലും പല കേസുകളിലും നമുക്കറിയാം സംഭവിക്കുന്നുണ്ട് ഇവരുടെ നിരുത്തരവാദപരമായ പ്രവൃത്തികൾ. നമ്മുടെയൊക്കെ പൈസ കൊണ്ട് ഈ വലിയ കെട്ടിടങ്ങളും ബിൽഡിങ്ങുകളും മറ്റ് എക്യുപ്മെൻസിനും ഒക്കെ സാധാരണക്കാരൻ്റെ നികുതി പണം കൊണ്ട് ഇത്രയും വലിയ ആശുപത്രികൾ കെട്ടിപ്പടുത്തിയിട്ട് അവിടെ വേണ്ടത്ര ട്രീറ്റ്മെൻറ്റ് കിട്ടാതെ ഒരു കുടുംബത്തെ എന്താ പറയുന്നത്? സത്യം പറഞ്ഞാൽ ഇത്ര ഒരു കേസ് കേട്ട് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. എവിടെയെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ലോകത്ത് എവിടെയെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിട്ട് ഇത്ര ഒരു റയറായിട്ട് സംഭവിക്കുന്ന ഒരു കേസാണ്. ഇത് എന്ത് സംഭവിച്ചു? ഇതിനാരാണ് ഉത്തരവാദികൾ? അവർ ഒരു സസ്പെൻഷൻ കൊടുത്ത് ഒതുക്കിക്കൊണ്ട് വീണ്ടും ഇവർക്കെല്ലാം യൂണിയനും ഒക്കെയാണല്ലോ ഭരണതലത്തിൽ, അത് LDF ആണ് UDF ആണേലും ഭരണതലത്തിലുള്ള അവരുടെ സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തിരിച്ച് ഇതിനെ മറികടക്കുന്ന രീതികളാണ് പല കേസുകളിലും നമ്മൾ കാണുന്നത്. ഈ ആലപ്പുഴയിൽ വരുന്ന പേഷ്യൻസിനെയും വിടുന്നത് നമ്മുടെ ഈ ശങ്കേഴ്സിലേക്കാണല്ലേ? അവിടെയാണ് എന്തായാലും എഴുതിയിരിക്കുന്നത്. നമ്മൾ അങ്ങോട്ടേക്കാണ് വിടുന്നത്. അവിടെയാണ് വിടുന്നത്. അത് ഞങ്ങളല്ല വിടുന്നത്. നമ്മള് ഒന്ന് ചോദിക്കണ്ടേ?
ഈ സർക്കാർ ആശുപത്രിയിൽ ശങ്കേഴ്സിലേക്ക് വിടുമെന്ന് പറഞ്ഞു. മിക്കവാറും ഇവർ ശങ്കേഴ്സിൻ്റെ പല ഹോസ്പിറ്റലിലും കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സർക്കാർ ആശുപത്രി ആണെങ്കിൽ പോലും ഈ പ്രൈവറ്റ് ലാബുകാരുടെ അവരുടെ ലെറ്റർ പാഡിലേക്കാണ് ഇവർ റെഫറൻസ് കൊടുക്കുന്നത്. കാര്യം ഇത് പേഷ്യൻ്റെ കയ്യിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഈ ലാബിലേക്ക് തന്നെ അവർ പോകും, മറ്റൊരു ലാബിലേക്ക് അവർ പോകാൻ തയ്യാറാകത്തില്ല. അപ്പം ഇതെല്ലാം കൈക്കൂലിയാണ് ഈ നാട്ടിലെ ഇന്ന് നടമാടുന്ന കാര്യങ്ങൾ. ഇതിനൊക്കെ തടയിടാതെ സർക്കാർ ആശുപത്രിയിൽ സ്കാനറുണ്ട്, സ്കാനിങ് മെഷീൻ ഉണ്ടെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാൻ ആളില്ലാതെ പ്രൈവറ്റ് മേഖലകളിൽ ഇങ്ങനെ ലാബുകളെ വളർത്തുന്നത്. അവർക്ക് ആലപ്പുഴ ജില്ലയുടെ പല ഭാഗത്തുമായിട്ട് ശങ്കേഴ്സിന് ലാബുകളുണ്ട്. ചിലപ്പോൾ നല്ല റിപ്പോർട്ടുകളൊക്കെ ആയിരിക്കും അവർ കൊടുക്കുന്നത്. അവരുടെ ഭാഗത്താണോ തെറ്റ്, ഈ സർക്കാർ ഡോക്ടർമാരുടെ ഭാഗത്താണോ തെറ്റ്, മറ്റെവിടെയെങ്കിലും ഇതൊന്നും അല്ലാത്ത ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ ഉള്ളത് അന്വേഷണത്തിൻ്റെ കൂടെ മനസ്സിലാകത്തുള്ളൂ. ശങ്കേഴ്സ് വിട്ടിട്ട് ഇല്ല, നമുക്ക് അവിടെ ഡോക്ടർ തന്നെയാണ് അത് കൺസൾട്ട് ഇങ്ങനെ ഒരു ചെയ്യുന്നത്. പ്രോബ്ലം വരുമ്പോഴല്ലേ പ്രോബ്ലം വരും. ഇതുവരെയും ഇത്രയും ഡെലിവറി ഇവിടെ നിന്ന് ഡോക്ടർ അടിയന്തരമായി സർക്കാരിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ കേസ് നേരിടൂ. ഡോക്ടർ, ഇത് ഞങ്ങളുടെ കൂടെ അഭ്യർത്ഥനയാണ്. അടിയന്തരമായി ഈ ശങ്കേഴ്സ് ലാബിലുള്ള ശരിയാണോ? ഇത് വേറെ കാര്യമുണ്ട്. ഈ ഇത്രയും സ്കാനിങ് ഒരു ഗർഭിണി ആയിക്കഴിഞ്ഞാൽ സാധാരണ 2-3 ഒക്കെ സ്കാൻ ചെയ്യും. ഇത്രയും സ്കാനിങ് ചെയ്തിട്ട് പോലും ഫ്ലൂയിഡ് കൂടുതലാണെന്നുള്ള റിപ്പോർട്ട് വന്നിട്ട് പോലും ഒരു അംഗവൈകല്യം ഉണ്ട് എന്നുള്ളത്, ഹാർട്ടിൻ്റെ വരെ താളങ്ങൾ മനസ്സിലാക്കുന്ന ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ തന്നെ സത്യം പറഞ്ഞാൽ ആരോഗ്യ വകുപ്പ് സത്യം പറഞ്ഞാൽ നമ്മളൊരു രാഷ്ട്രീയവും ഇതൊന്നും അല്ല ഇതിനകത്ത് കാണുന്നത്. ഈ ഒരു കുടുംബത്തിൻ്റെ വേദന എന്ന് പറയുമ്പോൾ ഇത് നാളെ ആർക്കും നമുക്കെല്ലാവർക്കും ഇത് സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. ഭരണം ചിലപ്പം മാറി മാറി വരും, പക്ഷേ ഈ ആശുപത്രിയും ആ നാട്ടുകാരും അതിനെ ആശ്രയിക്കുന്ന രോഗികളുമൊക്കെ നമ്മളൊക്കെ തന്നെയാണ്. നമുക്ക് ഉണ്ടാകുന്ന അവസ്ഥകൾക്ക് ഒരറുതി വരുത്തണം. സ്കാനിംഗ് സെന്റർ ഇവിടെ ഉണ്ട്, പക്ഷേ റേഡിയോളജിസ്റ്റ് ഇല്ലല്ലേ? സ്കാനർ ഉണ്ട്, റേഡിയോളജിസ്റ്റിനെ പോസ്റ്റ്. എന്തുകൊണ്ട് റേഡിയോളജിസ്റ്റ് ഇത്ര നാളായി ഇല്ല ഇവിടെ? റേഡിയോളജിസ്റ്റ് എന്തുകൊണ്ട് ഇവിടെ ഇല്ല? ഇത്രയും ഭരണ സംവിധാനങ്ങളുള്ള ഇത്രയും വലിയ ഒരു ആശുപത്രിയിൽ സ്കാനറുണ്ട്, റേഡിയോളജിസ്റ്റ് ഇല്ല. ഒരു ജില്ലാ തലത്തിലുള്ള ഒരു പഞ്ചായത്ത് തലത്തിലുള്ള PH സെൻ്ററുകളൊന്നും അല്ലിത്. ഏറ്റവും വലിയ ഒരു ആശുപത്രിയിലെ ഒരു ഡോക്ടർ പറയുകയാണ്. ഇതൊക്കെ അവിടെ റേഡിയോളജിസ്റ്റിനെ വെക്കാത്തത് തന്നെ എൻ്റെ ഉദ്ദേശം വേറെയാണെന്നുള്ളതാണ്. അതാദ്യം പുറത്തു കൊണ്ടുവരണം. നമുക്കിവിടെ ഗൈനക്കോളജിസ്റ്റ്, അനസ്തെറ്റിസ്റ്റ്, പീഡിയാട്രീഷ്യൻ ഇങ്ങനെയുള്ള പോസ്റ്റുകളാണ് എല്ലാ WNCകളിലും ഉള്ളത്. WNC ഒരു പാറ്റേൺ തന്നെ അങ്ങനെയാണ് ഡോക്ടർമാരുള്ളത്. WNCയുടെ പാറ്റേൺ തന്നെ അങ്ങനെയാണെന്ന്. അപ്പം ഈ സ്കാനർ, ഈ മെഷീൻ എന്തിനാണ് കൊണ്ടുവച്ചേക്കുന്നത്? അതാണ് നമ്മുടെ സംശയം. ഇവർ പറഞ്ഞ WNCയുടെ പാറ്റേൺ, അതായത് വിമൻസ് ആൻഡ് ചൈൽഡ് ഈ ഹെൽത്തിൻ്റെ ഹോസ്പിറ്റലുകളിലല്ല പാറ്റേൺ ഇങ്ങനെയാണെന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ഈ മെഷീൻ എന്തിനാണ് അവിടെ കൊണ്ടുവച്ചേക്കുന്നത്? സർക്കാർ ഇത്രയും വില മതിപ്പുള്ള കോടികൾ, ചിലപ്പം ലക്ഷങ്ങൾ വില കൊടുത്ത് മെഷീൻ കൊണ്ടുവന്ന് അതിലും കമ്മീഷൻ വാങ്ങിച്ചാണ് കൊണ്ടുവെക്കുന്നത്. എന്നിട്ട് അത് വർക്ക് ചെയ്യാൻ അവിടെ റേഡിയോളജിസ്റ്റ് ഇല്ല എന്ന് പറയുമ്പം ഇതൊക്കെ എന്താ സാധാരണക്കാരൻ മനസ്സിലാക്കേണ്ടത്? ഔദ്യോഗികമായിട്ട് കൊച്ചിന് അനോമലി ഉണ്ടായത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചില്ല എന്നൊരു പരാതിയാണല്ലോ. എത്ര ഇതായിട്ടാണ് പറഞ്ഞത്, ഒരു പരാതിയാണല്ലോ. ഒരു കുടുംബത്തിൻ്റെ ജീവിതമാണ് അവിടെ തകർത്തിരിക്കുന്നത്. ആ കുട്ടിക്ക് പിന്നെ നാവ് ഉള്ളിലോട്ട് പോകുന്നു, അങ്ങനെ ഒരു കണ്ണ് സ്ഥാനത്തല്ല. എന്തൊക്കെ പ്രശ്നങ്ങളാണ്, ജനനേന്ദ്രിയ പ്രശ്നങ്ങൾ, കാലിന് അംഗവൈകല്യം. സത്യത്തിൽ എന്ത് പറയണമെന്ന് പോലും അറിയത്തില്ല. ഈ ഒരു നമ്മൾ ഈ ക്യാമറയ്ക്ക് മുന്നിൽ ഇത് പറയുമ്പോൾ പോലും നമ്മുടെ ഇന്നലെ മുതൽ സത്യം പറയുന്നത് ഈ ഒരു കാര്യം ചെയ്യണമെന്നുള്ളൊരു ഇതിലാണ്. കാര്യം അത്രയും ഈ നമുക്ക് പ്രതികരിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പം നമ്മുടെയൊക്കെ സാധാരണ സമൂഹത്തിൽ നിത്യതൊഴിൽ തേടി വരുമാനം കൊണ്ട് കഴിയുന്നവർക്കൊക്കെ ഈ ആശുപത്രികളിലൊക്കെ, സർക്കാർ ആശുപത്രികളിലൊക്കെ അവർ ചെന്ന് കഴിയുമ്പം ഇതുപോലുള്ള ഈ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നാളെ അവർ എവിടെ പോകും? സാമ്പത്തികമുള്ളവർക്കും മറ്റുള്ളവർക്കും വലിയ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ പിന്നെ ഹെൽത്ത് ക്ലെയിമൊക്കെ ഉള്ളവർക്ക് വലിയ ഹോസ്പിറ്റലുകളൊക്കെ ഡിപ്പെൻഡ് ചെയ്യാം. പക്ഷേ സാധാരണക്കാരൻ്റെ ജീവിതം എന്തായിത്തീരും ഇങ്ങനെയൊക്കെയുള്ള ഹോസ്പിറ്റലുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ?
പരാതിയിൽ കഴമ്പുണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? പ്രഥമ പരാതി ദൃഷ്ട്യാ നമ്മളെല്ലാവരും അന്വേഷിക്കുകയും നമ്മുടെ ഭാഗത്തു നിന്നുള്ള വിവരങ്ങളും പറയുകയും പിന്നെ കൂടുതൽ ഉന്നതതല അന്വേഷണം DMO തലത്തിൽ നടത്തുമെന്ന് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. പോലീസിന്റെ കേസും അതുപോലെ തന്നെ ഈ പോകും. റേഡിയോളജിസ്റ്റ് ഇല്ലാത്ത എത്ര വർഷമായിട്ട് ഇവിടെ റേഡിയോളജിസ്റ്റ് ഇല്ല? ഒരിക്കലും ഉണ്ടായിരുന്നില്ല നമുക്ക്. ഒരിക്കലും ആലപ്പുഴ കളപ്പുറം ആശുപത്രിയിൽ റേഡിയോളജിസ്റ്റ് ഇല്ല, സ്കാനറുണ്ട്. ഇവിടുത്തെ രാഷ്ട്രീയ എന്താ ഈ എല്ലാ പാർട്ടികളെയും പറയണ്ടേ, LDF, UDF, BJP ഇവരൊക്കെ കൊടി പിടിച്ച് കസേരകൾക്ക് വേണ്ടി അടികൂടുന്ന ഈ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഈ രാജ്യത്ത് ഇതൊന്നും കാണാതെ, സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ കാണാതെ എന്തിനാ രാഷ്ട്രീയക്കാരെ നിങ്ങൾ നടക്കുന്നത്? ഒരു ആലപ്പുഴയിലെ ഒരു പ്രശസ്തമായ ആശുപത്രിയിൽ സ്കാനറുണ്ട്, ഇതുവരെ അങ്ങനൊരു അപ്പോയിൻമെൻ്റ് അവിടെ നടത്തിയിട്ടില്ലെന്ന് പറയുമ്പം എത്ര വലിയ ഗുരുതരമായ ആരോപണമാണ് ഇത്. MLA, MP, മന്ത്രിമാർ, സർക്കാർ ഇവരൊക്കെ കണ്ണും പൂട്ടി ഇരിക്കുകയാണോ? രൂപപ്പെട്ട സമയം മുതൽ ഇല്ല. ഇല്ല. പിന്നെ എന്തിനാണ് ഉപകരണം? അത് കഴിഞ്ഞ വർഷം നമ്മൾ മേടിക്കാൻ നമ്മൾ HDCയുടെ തീരുമാനപ്രകാരം നമ്മളൊരു രൂപയായി ചെലവ് ഈ ഉപകരണത്തിൽ? അത് KMCL തന്നതാണ് നമുക്ക്, ഗവൺമെന്റ് സപ്ലൈ ആണ്. എന്നിട്ട് നമ്മൾ HDCയുടെ തീരുമാനപ്രകാരം നമ്മുടെ സ്റ്റാൻഡ് മെഷീൻ എത്ര രൂപയാണെന്ന് എനിക്കറിയില്ല. പല ഒരു ഡോക്ടർമാർ അവരുടെ ഭാഗം പറഞ്ഞ് നമ്മൾ റിപ്പോർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം. പിന്നെ ഇനി വേറൊരു ഔദ്യോഗിക ഒരു നല്ല അന്വേഷണം വേറെ ഡോക്ടേഴ്സിനെയും കൂടെ ഉൾപ്പെടുത്തിയല്ലേ നമ്മളത്. ഏതായാലും അന്വേഷണം ഇതെല്ലാം പ്രഹസനമാണ് എന്ന് മാത്രമാണ് ജനം കരുതേണ്ടത്. നാളെ വേറൊരു പ്രശ്നം വരുമ്പോൾ അതിൻ്റെ പിറകെ മാധ്യമങ്ങളും ഈ റിയാക്ട് ചെയ്യുന്നവരും പോകും. അതേ പറ്റത്തുള്ളൂ. കാര്യം നമ്മൾ ശാശ്വതമായി ഒരു കാര്യത്തിനൊരു പരിഹാരം ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ നാളെ ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ നികുതി പണം കൊണ്ടുണ്ടാക്കുന്ന ഇതുപോലുള്ള സ്ഥാപനങ്ങളിലേക്ക് പോകുവാൻ ജനത്തിന് പേടിയായി തീരും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.